നമസ്കാരം. നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി ബൈഡൻ രംഗത്ത് വന്നിരിക്കുകയാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടെ പോളണ്ടിലേക്കും ഉക്രൈനിലേക്കും നടത്തിയ ചരിത്രപരമായ സന്ദർശനത്തെ, സമാധാന സന്ദേശത്തെ ഹാർദവമായിട്ടാണ് അഭിനന്ദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയെക്കുറിച്ചും സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലി യോഗത്തെക്കുറിച്ചും ഇരു നേതാക്കളും കാര്യമായി ചർച്ച ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലേക്കും ഉക്രൈനിലേക്കും നടത്തിയ ചരിത്രപരമായ സന്ദർശനത്തിനും സമാധാന സന്ദേശത്തിനും ഊർജ്ജ മേഖല ഉൾപ്പെടെ ഉക്രൈനിലുള്ള മാനുഷിക പിന്തുണയ്ക്കും പ്രധാനമന്ത്രിയെ അമേരിക്ക കാര്യമായി അഭിനന്ദിച്ചു എന്നതാണ് പ്രസ്താവനയിൽ പറയുന്നത്. UN ചാർട്ടറിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സംഘർഷത്തിന്റെ സമാധാനപരമായ പരിഹാരത്തിന് തങ്ങളുടെ തുടർച്ചയായ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ബൈഡനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇൻഡോ പസഫിക്കിലെ സമാധാനത്തിനും സമൃദ്ധിക്കും സംഭാവന ചെയ്തതിനായി ക്വാഡ് പോലെയുള്ള പ്രാദേശിക ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള തങ്ങളുടെ സന്നദ്ധത, പ്രതിബദ്ധതയും നേതാക്കൾ ഊന്നി പറയുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഉക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് ബൈഡനോട് വിശദീകരിച്ചുവെന്നും നയതന്ത്രത്തിനും നയതന്ത്രത്തിനും അനുകൂലമായി ഇന്ത്യയുടെ സ്ഥിരമായ നിലപാട് ആവർത്തിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും അനുകൂലമായ ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും സമാധാനവും സുസ്ഥിരതയും വേഗത്തിൽ തിരിച്ചുവരുന്നതിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം ലോകമൊന്നാകെ വലിയ ശ്രദ്ധയോടെ നോക്കിക്കണ്ടിരുന്ന ഒന്നാണ്. ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ, ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ നിലപാടിനാണ് മോദി പ്രത്യേക ഊന്നൽ നൽകിയത്. ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷമായിരുന്നില്ല, തങ്ങൾ എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നുവെന്നാണ് സെലൻസ്കിയോട് മോദി പറഞ്ഞത്. സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പാതയിൽ സജീവമായ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2022 മുതൽ റഷ്യയും ഉക്രൈനും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിനായി ഇന്ത്യ എല്ലായ്പ്പോഴും സമാധാനവും നയതന്ത്രവുമാണ് മുന്നോട്ട് വെക്കുന്നത്. സമാധാനത്തിനായി പ്രസിഡന്റ് സെലൻസ്കിയെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തെയും അമേരിക്ക സ്വാഗതം ചെയ്യുമെന്നുമാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ജോൺ കിർബി ആവർത്തിച്ചത്. ഉക്രൈനിലെ സ്ഥിതി ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ തങ്ങൾക്ക് വിശദമായ വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള ബൈഡന്റെ ആഴത്തിലുള്ള പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ബന്ധങ്ങളിലെ സുപ്രധാന പുരോഗതി നേതാക്കൾ അവലോകനം ചെയ്യുകയും ഇന്ത്യ US പങ്കാളിത്തം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും മുഴുവൻ മനുഷ്യരാശിക്കും പ്രയോജനം ചെയ്യുന്നതാണ് എന്നും എടുത്തു കാണിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ സന്ദേശവുമായിട്ടാണ് താൻ വന്നത് എന്നും പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ബഹുമാനിക്കുവാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അത് തങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്നും ലോകം മുഴുവൻ ആഗോള സമൂഹത്തിനും ആ ഒരു ഉറപ്പ് നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മോദി സെലൻസ്കിയോടായി പറഞ്ഞത്. രാജ്യങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കുന്നതിലുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞിരുന്നു. പരിഹാരം എപ്പോഴും സമാധാനത്തിലൂടെയും അതേപോലെ സംഭാഷണത്തിലൂടെയും നയതന്ത്രം എന്നിവയിലൂടെയാണ് വരുന്നത്. സമയം പാഴാക്കാതെ സമാധാനത്തിന്റെ ദിശയിലേക്ക് പോകണമെന്നതാണ് ഉക്രൈനോടുള്ള മോദിയുടെ വാഗ്ദാനം. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ ഇരുകൂട്ടരും ഒരുമിച്ച് നിന്ന് കണ്ടെത്തണമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഉക്രൈന്റെ ദേശീയ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അത് നിർണായകമാണെന്നും ലോകത്തിലുള്ള എല്ലാവരും UN ചാർട്ടറിനെ ഒരേപോലെ മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉക്രൈനിലെ സന്ദർശനത്തെ ചരിത്രം സൃഷ്ടിച്ചു, ആ ചരിത്രപരമായ മുഹൂർത്തം എന്നാണ് സെലൻസ്കി പറഞ്ഞത്. എന്തായാലും സമാധാനത്തിന്റെ പാതയിലാണ് എപ്പോഴും ഇന്ത്യ ഉള്ളത്. എല്ലാ കാര്യങ്ങൾക്കും സമാധാനം മുൻനിർത്തി ഇന്ത്യ ദൃഢമായി പ്രവർത്തിക്കുമെന്നും പറയുന്നുണ്ട്. ഉക്രൈനിലേക്ക് സമാധാനം വേഗത്തിൽ തിരിച്ചുവരാൻ സാധ്യമായ എല്ലാ വഴികളിലും സംഭാവന നൽകാൻ ഇന്ത്യ ഉണ്ടാകുമെന്നും മോദി പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ഇന്ത്യയെ ലോകരാജ്യങ്ങൾ ഒന്നാകെ വലിയ കയ്യടിയിൽ അമർത്തുകയാണ്. കയ്യടി പ്രവാഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മോദിയും ഇന്ത്യയും ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നതിൽ തർക്കമില്ല.